ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ തുരങ്കത്തിൽ കുളിക്കാൻ വന്നതിൻ്റെ രണ്ടാം ഭാഗം കേട്ടോ. ആദ്യത്തെ ഭാഗത്തിൽ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. ക്യാമറ കയ്യിലുണ്ടല്ലോ. നല്ല താഴ്ചയിലേക്ക് ഇടവെച്ച് ചാടിയത്. നല്ല ഒഴുക്കുണ്ട്. പെരുമ്പാവൂരുള്ള തുരങ്കം കനാല് ഒരു ഇതെല്ലാവർക്കും സുപരിചിതമായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ചൂടുണ്ടോ? ഈ ചൂടിനെ നിങ്ങൾ എങ്ങനെയാണ് ബീറ്റ് ചെയ്യണത്? നല്ലൊരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു കുളക്കടവിലോ ഒരു പുഴയുടെ തീരത്തോ കനാലിലോ ഒക്കെ ഇറങ്ങി കുളിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് രണ്ട് സൊറയൊക്കെ പറഞ്ഞ് കുളിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ചാൽ കിട്ടും. നമ്മൾ എത്ര അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ട ചില സന്തോഷങ്ങളുണ്ട്, ചില ബേസിക് നീഡ്സ്. നമ്മളെ കൊണ്ട് പോസിബിൾ ആവണ പ്രായം വരെ നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുക. പിന്നെ ഈ പറയണതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ സ്വകാര്യ അഹങ്കാരങ്ങൾ. അപ്പം ഇനി എന്തിനാ വൈകണേ? ഫോൺ എടുത്ത് നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാരന്മാരെ എല്ലാവരും വിളിക്കുക, ചൂടിനെതിരെ പോരാടുക, പ്രത്യേകം ശ്രദ്ധിക്കുക, നീന്തൽ ഇറങ്ങി മാത്രം ഇറങ്ങുക.